2024 ആദ്യത്തെ പ്രഭാതത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2024 എങ്ങനെ നമുക്ക് മനോഹരമായി പ്ലാൻ ചെയ്യാം, ഏറ്റവും പ്രൊഡക്റ്റീവായ രൂപത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ തുടക്കം നമുക്ക് എങ്ങനെ കുറിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. ആദ്യമായി നമ്മൾ പറയുന്നത് ഹാപ്പി പാർക്കിന്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ 1,00,000 ആളുകളെ സൃഷ്ടിക്കുക എന്നതാണ്. 1,00,000 ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്തിപ്പോരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്നു, 1,00,000 ആളുകളെ ട്രാൻസ്ഫോർമേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ലക്ഷ്യം വെക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു റീസൺ കൂടി നിങ്ങളോട് ആദ്യം തന്നെ പറയാം. എങ്ങനെ 2024 സെറ്റ് ചെയ്യാമെന്നത് നമുക്ക് അതിന്റെ കൂടെ തന്നെ പറയാം. അതായത് ഇറ്റ് ഈസ് അവർ അവയർനെസ് ഓർ ഷ്യൂരിറ്റി. ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി പാർക്കിന് ബോധ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതൊരു മനുഷ്യനും എത്ര ഗട്ടറിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, എനിവൺ ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. ഏതൊരാൾക്കും വിജയിക്കുവാൻ സാധ്യമാണ് എന്നത് നമ്മുടെ ബോധ്യമായത് കൊണ്ടാണ് 1,00,000 ആളുകളെ നേരിട്ട്, അല്ലാതെ പരകോടി ആളുകളിലോട്ട് അത് പോകും, അത് വേറെ കാര്യം. പക്ഷെ ഒരു മനുഷ്യന്റെ ആയുസിൽ 1,00,000 ആളുകളെ നേരിട്ട്, മനസ്സിലായോ? അപ്പോ എനിവൺ ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ, ഇത് നമ്മുടെ ബോധ്യമാണ്, നമുക്കുള്ള ഉറപ്പാണ്. എനിവൺ ക്യാൻ ബി എ പീസ്, ഹാപ്പി, പ്രോസ്പെരിറ്റി. ഏതൊരാൾക്കും ശാന്തമായി ജീവിക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും സമൃദ്ധിയുള്ള ആളായി മാറുവാനും സാധ്യമാണ്. മാത്രവുമല്ല, അവനവന്റെ അസുഖങ്ങളെ അവനവന്റെ മനഃശക്തി കൂടി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സുഖപ്പെടുത്തുവാൻ സാധിക്കും എന്നതും നമ്മുടെ ബോധ്യമാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകൾ, പ്രോബ്ലങ്ങൾ, ഫിസിക്കൽ ചലഞ്ചസുകൾ, അതുപോലെ തന്നെ ബോഡി പെയിൻ, മൈൻഡ് പെയിൻ, ഇതെല്ലാം മാറ്റിയെടുക്കുവാൻ സാധ്യമാണ്. ആളുകൾക്ക് സ്പിരിച്വൽ അവയർനെസ് ഉൾപ്പെടെ നൽകുവാൻ സാധ്യമാണ് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹാപ്പി പാർക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. ഇത് ഈ വർഷം തുടക്കം തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി, ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞതാണ്, ഒരു ലീഡേഴ്സ്, ഒരിക്കലും അനുയായികളെ അല്ല, ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഈ 1,00,000 ആളുകൾ അവർ ലീഡ് ചെയ്യണം. ലീഡേഴ്സിനെ കിട്ടിയെങ്കിലേ സമൂഹത്തിന് കാര്യമുള്ളൂ. അനുയായികൾ ഒരു കാര്യവും പുതിയതായിട്ട് ചെയ്യില്ല. എല്ലാം വേറെ ഒരാൾ ചെയ്യുന്നത് അത് കോപ്പി അടിക്കുകയോ അതല്ലെങ്കിൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്ന് പറയും, അത് അങ്ങനെ തന്നെ അങ്ങ് അനുസരിക്കുകയോ ചെയ്യും. ലീഡേഴ്സ് മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അവന് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഒരു കാര്യം കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വന്തം തീരുമാനിച്ച് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ഒരിക്കലും എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുന്ന ആശ്രിതരെയല്ല, ഫോളോവേഴ്സിനെയല്ല, ലീഡേഴ്സിനെ സൃഷ്ടിക്കുക എന്നതാണ് ഹാപ്പി പാർക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂ നോർമൽ, ഒരു പുതിയ നോർമലിനെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതുകൊണ്ട് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, മനസ്സെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ മനസ്സ് ശാന്തമായെങ്കിൽ മാത്രമേ അയാൾക്ക് വേറെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും. അതല്ലാതെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അയാൾ ഒരു പാമ്പിനെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ഫുൾ ഫോക്കസ് ആ പാമ്പിനെ എങ്ങനെ ഒഴിവാക്കും, അതിൽ നിന്നും എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു ആദി വ്യാധിയിലായിരിക്കും അയാൾക്ക് ഒരിക്കലും ശാന്തി ലഭിക്കുകയില്ല, സമാധാനം ലഭിക്കുകയില്ല. എന്നതുപോലെ മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ സ്ട്രെസ് എന്ന് പറയുന്ന വില്ലൻ കയറി കൂടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരിക്കലും പ്രൊഡക്റ്റീവ് ആകുവാൻ സാധ്യമല്ല. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പലപ്പോഴും, ഈ പിരിമുറുക്കം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
ഒരിക്കലും നമ്മൾ ഭയപ്പെടുന്ന 99% കാര്യങ്ങളും സംഭവിക്കാറില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പീസ്ഫുൾ മൈൻഡ്, ശാന്തിയുള്ള മനസ്സെന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണം. ശാന്തിയുള്ള മനസ്സ് ക്യാൻ ക്രിയേറ്റ്, അതായത് ഒരു certain നമ്പർ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ലഭിക്കും. സ്ട്രെസ് ആകുന്ന സമയത്ത് അത് ആ certain നമ്പർ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ്, ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും ഹോർമോൺസിന്റെയും ബാലൻസിംഗ് ആണ് സത്യത്തിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബാലൻസിങ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് എത്ര പവർ ഉണ്ടായാലും ശരി, ആ പവർ എടുത്ത് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. കാരണം ഒന്ന്, മനസ്സ് ഡിസ്ട്രാക്ട് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിലോട്ട് മനസ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബ്രെയിനിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. നമുക്ക് വിചാരിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ സാധ്യമാണ്. അത്രയും പവർഫുൾ ആണ് നമ്മുടെ ബ്രെയിൻ. സോ 50 ട്രില്യൺ സെല്ലുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 70 ലക്ഷം കോടി എങ്ങാനുമാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 50 ട്രില്യൺ സെല്ലുകൾ, ഓരോ സെല്ലിനും 1.5 വോൾട്ടേജ് കറണ്ട്, ഓരോ സെല്ലിനും 1.5 വോൾട്ടേജ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 50 ട്രില്യൺ ഇൻറ്റു 1.5 വോൾട്ടേജ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ എണ്ണിയാൽ തീരില്ല. ഒരാൾക്കും സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല. അത്രയും ഒരു പ്രകാശത്തിന്റെ ഒരു ജ്വാലയാണ് മനുഷ്യൻ. ഈ പ്രകാശം യു ക്യാൻ ബേൺ. ഈ പ്രകാശം കൊണ്ട് നിനക്ക് എന്തും കത്തിച്ചെടുക്കാം, എന്തും നേടിയെടുക്കാം. എത്ര വലിയ പ്രശ്നങ്ങളെയും ചാമ്പലാക്കി മാറ്റുവാൻ ഈ പ്രകാശത്തെ കൊണ്ട് സാധ്യമാണ്. പക്ഷെ അതിലോട്ട് ഫോക്കസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഞാൻ അതിലോട്ട് പോവാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ബ്രെയിനിന്റെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹോർമോൺ ബാലൻസിങ് ആണ് റിയലി ഒരു മനുഷ്യന്റെ ലൈഫിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള DNA, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിതക കോഡുകളിൽ, അതായത് DNA-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം. നമ്മൾ കൊച്ചുപ്രായത്തിലെ പഠിച്ചതാണ്. മതവിശ്വാസികളും അല്ലാത്തവർക്കും ഒക്കെ അറിയുന്ന ഒരു കാര്യമാണ്. സയൻസും അതിന് അംഗീകരിക്കുന്നു. ഓരോരുത്തരുടെയും DNA ഇപ്പോൾ അളക്കുവാൻ സാധിക്കും, DNA റീഡ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് DNA റീഡ് ചെയ്യുവാൻ സാധ്യമാണ്. ഓരോ മനുഷ്യന്റെയും DNA-യിൽ എന്താണ് രേഖപ്പെടുത്തപ്പെട്ടത്? ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 വയസ്സുണ്ടെങ്കിൽ നിങ്ങൾ DNA റീഡ് ചെയ്യുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒത്തിരി ഇഷ്യൂസിനെ കുറിച്ച് അതിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഒരു പുസ്തകത്തിൽ എഴുതിയതുപോലെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രാമത്തെ വയസ്സിൽ പ്രഷർ വരാം, ഇത്രാമത്തെ വയസ്സിൽ ഷുഗർ വരാം, ഇത്രാമത്തെ വയസ്സിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? അതിനൊക്കെയുള്ള സാധ്യതകളും അതിനൊക്കെയുള്ള പോസിബിലിറ്റീസും ഒക്കെ DNA-യിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പറയുന്നത്, ഈ DNA-യിൽ രേഖപ്പെടുത്തപ്പെട്ട, ജനിതക കോഡുകൾ എഴുതപ്പെട്ട ഈ ഒരു പ്രോഗ്രാമിങ്ങിനെ പോലും നമ്മുടെ വൈകാരികതയിൽ മാറ്റം കൊണ്ടുവന്നാൽ മാറ്റി പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും എന്നതാണ് അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അതേ വൈകാരികതയും ഇമോഷൻസിലും തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ DNA കറക്റ്റ് ആയിട്ട്, ഒരുപക്ഷെ 40-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സിലാണ് DNA പ്രകാരം നമുക്ക് ഇന്ന അസുഖം വരാമെന്ന് കോഡുകൾ രേഖപ്പെടുത്തിയതെങ്കിൽ, നമ്മൾ കഴിഞ്ഞ അതേ ഇമോഷൻസിൽ തന്നെ പോവുകയാണെങ്കിൽ അതേ സമയത്ത് സംഭവിക്കും. എന്നാൽ നമ്മുടെ വൈകാരികതയിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആക്ടിവിറ്റീസുകളിൽ നമ്മൾ മാറ്റം കൊണ്ടുവന്നാൽ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ഒരു പ്രോഗ്രാമിങ്ങിന് വരെ മാറ്റം കൊണ്ടുവരുവാൻ സാധ്യമാണ് എന്നതാണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറയുന്നത്. സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിനെ കാണുവാൻ സാധ്യമല്ല. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏക സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്രെയിനാണ്. ഈ ബ്രെയിനാണ് നമ്മുടെ ശരീരം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്.
ബ്രെയിൻ മനസ്സാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മനസ്സല്ല. ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമിംഗ് ആണ് മനസ്സ്. അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് രൂപത്തിലുള്ള പ്രോഗ്രാംസിനെയും മാറ്റിയെടുക്കുവാൻ സാധ്യമാണ്. ഏത് രൂപത്തിലുള്ള പ്രോഗ്രാംസിനെയും ബ്രെയിൻ ക്യാൻ ക്രിയേറ്റ് ലൈഫ്, ഗുഡ് ഓർ ബാഡ്. നല്ല ജീവിതവും ചീത്ത ജീവിതവും ഒക്കെ നിങ്ങളുടെ ബ്രെയിൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാണ്. ഡിസീസ് ഇതെല്ലാം ബ്രെയിനിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിനിന്റെ വേവ്സുകൾ താളാത്മകമായി ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസുകളാണ് ഡിസീസ് ആവട്ടെ, ഫാമിലി പ്രോബ്ലംസ് ആവട്ടെ, ബിസിനസ് ബ്ലോക്സ് ആവട്ടെ, മണി ഇഷ്യൂസ് ആവട്ടെ, എല്ലാം നമ്മുടെ ബ്രെയിന് സൃഷ്ടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ നമ്മുടെ ബ്രെയിന് കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ ഇതേ ബ്രെയിൻ തന്നെ, ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ദുബായിൽ ഒരു ബിൽഡിംഗ് ആണ്, ബുർജുൽ അറബ് എന്ന് പറയും. ഒരു ദിവസം അവിടെ താമസിക്കണമെങ്കിൽ 8 മുതൽ 10 ലക്ഷം രൂപ വേണം അവിടെ താമസിക്കുവാൻ നമ്മൾ നൽകേണ്ടത്. ഒരു ദിവസം പെർ ഡേ യു ഷുഡ് പേ 8 or 10 lakhs to stay there for one day. അപ്പൊ അവിടുത്തെ ഒരു അലങ്കാരവും മനോഹരിതയും എത്രയായിരിക്കും പ്രിയപ്പെട്ടവർ. ഒരു ദിവസം നമ്മളൊക്കെ 2500-ന്റെയും 3500-ന്റെയും 5000-ന്റെയും 6000-ന്റെയും, ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിരുന്നു. അവിടെ 11,000-ന്റെ ഒക്കെ റൂമുകളുണ്ട്. 11,000, 15,000 ഒക്കെ റൂമുകളുണ്ട്. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എടുക്കാറുണ്ട്. നോർമലായി നമ്മളൊരു അത്യാവശ്യം AC ഒക്കെ 2,500, 3,000, 3,500 രൂപയുടെ റൂമൊക്കെയാണ് നമ്മൾക്ക് എടുക്കാറുള്ളത്. അപ്പോ ഒരു 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് ഒരു റൂം എടുക്കണമെങ്കിൽ ആ ബുർജുൽ അറബ് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള മത്സ്യങ്ങളെ കാണാം, സമുദ്രം കാണാം. അവിടെ എന്തായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക? ഞാനത് അതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പുറമേ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതും ഉണ്ടാക്കിയത് നിങ്ങളുടെയും എന്റെയും ഒക്കെ തലയിലുള്ള, തലയോട്ടിക്കുള്ളിലുള്ള ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ക്യാൻ യു അഗ്രി വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? നിങ്ങൾ മിണ്ടാതിരിക്കരുത്, ഒന്ന് പ്രതികരിക്കും. മനുഷ്യന്റെ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ടാണ്, തലച്ചോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട ബുർജുൽ അറബ് പോലുള്ള ബിൽഡിങ്ങുകൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. മനോഹരമായ സൗധങ്ങൾ. നിങ്ങളൊന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, UK, അമേരിക്കയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. മാണിക്യ കൊട്ടാരങ്ങൾ, അതായത് മനുഷ്യന്റെ മനസ്സിനും കണ്ണുകൾക്കും പരമാനന്ദം നൽകുന്ന ഇങ്ങനെയുള്ള എല്ലാ സൃഷ്ടിപ്പുകളും ഉണ്ടാക്കിയത് അത് ഓരോരുത്തരുടെയും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്, ഓരോരുത്തരുടെയും മനസ്സുപയോഗിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ദുബായ് നഗരമാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് നാശം വിതയ്ക്കുന്ന അണുബോംബ് ഉൾപ്പെടെ പേരറിയുന്നതും അറിയാത്തതുമായ സകല ബോംബുകളും ഉണ്ടാക്കിയതും സകല നാശകാരികളായ സംഭവങ്ങൾ ഉണ്ടാക്കിയതും ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഉണ്ടാക്കുവാനും സൃഷ്ടിക്കുവാനും സംസ്കരിക്കുവാനും ഒക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഇതേ സംഭവം ഉപയോഗിച്ചുകൊണ്ട്, ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോഗ്യപൂർണമായിട്ടുള്ള, സമ്പൽ സമൃദ്ധമായിട്ടുള്ള, സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതവും സൃഷ്ടിക്കുവാൻ സാധിക്കും. എത്ര പേർക്ക് ഇത് അംഗീകരിക്കുവാൻ സാധിക്കും? ഇതേ ബ്രെയിൻ, ഞാൻ പറഞ്ഞു, ബ്രെയിനിന്റെ, അതായത് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കപ്പാസിറ്റിയാണ്. 50 ട്രില്യൺ കോശങ്ങൾ, 1.5 വോൾട്ട്, ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ്. ഈ ബ്രെയിൻ എങ്ങോട്ട് തിരിയുന്നോ അതനുസരിച്ചാണ് ഈ കോശങ്ങളൊക്കെ, ഈ സെല്ലുകളിൽ നിന്നുള്ള വോൾട്ടേജുകൾ കത്തുന്നത്. മനസ്സിലായില്ലേ? ഒന്നും കത്തിക്കാനില്ല. വെറുതെ രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം വരെ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരാണ് എന്റെ ജീവിതത്തിന്റെ ഇങ്ങനെയാകുവാനുള്ള കാരണമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട്, ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ സംസാരിക്കുമ്പോൾ ഈ കത്തലൊക്കെ അവനവനെതിരായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നു. 50 ട്രില്യൺ സെല്ലുകളിൽ നിന്നും 1.5 വോൾട്ട്, അത് കണക്ക് കൂട്ടി നോക്കൂ.
അത് എഴുതണമെങ്കിൽ ഒരു പുസ്തകമൊന്നും മതിയാവില്ല, അത്രയും പൂജ്യങ്ങൾ ഉണ്ടാവും. അത്രയും വോൾട്ട് പവർ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ആ ബ്രെയിനിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ബുർജുൽ ഖലീഫ ഉൾപ്പെടെ, വേൾഡ് ട്രേഡ് സെന്റർ ഉൾപ്പെടെ, താജ്മഹൽ ഉൾപ്പെടെ ലോകത്ത് ഇന്ന് കാണുന്ന മഹാ അത്ഭുതങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഈ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നാശകാരികളായ എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും മനുഷ്യനുണ്ടാക്കിയത്. മൊബൈല്, ലാപ്ടോപ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉണ്ടാക്കിയത് ഇതുകൊണ്ട് തന്നെയാണ്. വെടിക്കോപ്പുകളും ബോംബുകളും ഇതും ഉണ്ടാക്കിയത് ഇതുകൊണ്ട് തന്നെ. ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തെ ഏതാണ്ട് ചാമ്പലാക്കുവാൻ ശേഷിയുള്ള അതിശക്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തങ്ങളെ രാജ്യമല്ലാത്ത വേറെ രാജ്യങ്ങളെ മുഴുവനും ചാമ്പലാക്കുവാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇതും ഉണ്ടാക്കിയത് മനുഷ്യന്റെ ബ്രെയിൻ ആണെങ്കിൽ, ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷകരമായ സമൃദ്ധിയുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാൻ നമുക്ക് സാധ്യമാണ് എന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം. കാരണം ഒന്നുകൂടി ഞാൻ ഊന്നി പറയുന്നു, നമ്മുടെ ബ്രെയിൻ, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മൃഗങ്ങളെ ബ്രെയിൻ പോലെയല്ല. മൃഗങ്ങളെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ഇത്രയും കാലമായി നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു മൃഗവും ഒരു കൊട്ടാരം ഉണ്ടാക്കിയത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു മൃഗവും ഒരു വീടുണ്ടാക്കിയത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർക്ക് ജനിതക കോഡുകൾ അവരുടെ DNA-യിൽ അവർ ജനിച്ച് വളരുന്ന സമയത്ത് തന്നെ അവർക്ക് നീന്തുവാനും അവർക്ക് സഞ്ചരിക്കുവാനും അവർക്ക് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ആ ഒരു ജനിതക കോഡ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അതിനോട് കൂടെ ചേർത്ത് അവരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഒരു മാൻകുട്ടിയെ നമ്മൾ ഒരിക്കലും നീന്തം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രസവിച്ച് പുറത്തോട്ട് വന്ന് അടുത്ത മിനിറ്റിൽ ഒരു സിംഹം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടണം എന്നുള്ളത് ഒരു മാൻകുട്ടിക്കോ ഒരു പന്നിക്കുട്ടിക്കോ ഒരു എന്താ പറയുക സീബ്ര കുട്ടിക്കോ ഒരാരും ക്ലാസ് കൊടുക്കേണ്ടതില്ല, ട്രെയിനിങ് കൊടുക്കേണ്ടതില്ല. നമ്മൾ തന്നെ കണ്ടതാണ്. പ്രസവിച്ച് ഭൂമിയിലെത്തി നിലത്ത് കാല് ഊന്നിയിട്ടില്ല, അതിനുമുമ്പേ വന്യമൃഗങ്ങളെ കണ്ടാൽ അത് ഓടി ഒളിക്കും. കാരണം അതിന്റെ ഉള്ളിൽ, അതിന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിലുള്ള ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ആളുകളോട് രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനുഷ്യരെ നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കുവാൻ സാധ്യമാണ്. വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമയം ചെലവഴിക്കേണ്ടതില്ല. സാധ്യമാണ്. പക്ഷെ അത് വിശ്വസിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ വ്യക്തികൾക്കില്ല. കാരണം അവരെ പറഞ്ഞിട്ടില്ല, അവരുടെ DNA-യിൽ എഴുതപ്പെട്ടത് ഇങ്ങനെ പലരും വരും, പലതും പറയും, അതിനൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കളയും. എന്നാൽ ഒഴിഞ്ഞു കളയാത്തത് വളരെ ഒരു 20%. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 20% ആളുകൾ, ഈ 20% ആളുകൾ കൃത്യമായിട്ട് ഇതിൽ വരും. നമ്മൾ ശരിക്ക് ഇപ്പോ കൃത്യമായി മുതൽ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നമ്മുടെ ഹാപ്പി പാർക്കിന്റെ കോഴ്സുകളിൽ മറ്റൊക്കെ വരുന്ന ആളുകൾക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് 95% ആളുകൾ, അതായത് ഒരു 10% ആളുകൾ ഒരു ആക്ടിവിറ്റി ചെയ്യാറില്ല, അവർക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവാറില്ല. 90% ആളുകൾ, അതിന്റെ കണക്കുകളൊക്കെ ഞാൻ നാളെ രാത്രി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്രയും ആളുകൾക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു ജീവിതത്തിൽ. വിസിബിൾ ആയിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നു? അത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമേ അല്ല. ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക എന്ന് പറയുന്നത് അത്ഭുതമല്ല, അതൊരു നോർമലാണ്. പക്ഷെ ഒരു പുതിയ നോർമലാണെന്നേ ഉള്ളൂ. അവരുടെ ഇമോഷൻസ് ലെവലില്, അവരുടെ പ്രവൃത്തിയിൽ ചില ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നപ്പോ മാറ്റം സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് മനുഷ്യ ബ്രെയിൻ അങ്ങനെയാണ്. മനുഷ്യ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യ ബ്രെയിൻ അനന്ത സാധ്യതകളെ കുറിച്ച് പഠനം നടത്തിയത് 98% പഠനം നടത്തിയത് ഈ അടുത്ത കാലത്താണ്. അതായത് 1-2 നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. ബ്രെയിനിനെ കുറിച്ച്, മനസ്സിന്റെ അല്ലെങ്കിൽ ഈ ബ്രെയിൻ പവറിനെ കുറിച്ചൊന്നും ആളുകൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു. നമുക്കറിയാം, പുരാതന കാലത്തൊക്കെ പല ആളുകളും ഗവേഷണം നടത്തിയ ആളുകൾ കണ്ടത് മനുഷ്യന്റെ തലയോട്ടിയിൽ ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നു.
മനുഷ്യന്റെ തലയോട്ടിയിൽ ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഗവേഷകർ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, മനുഷ്യന് ഭ്രാന്താകുമ്പോൾ മാനസികമായ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ വിശ്വസിച്ചത് ഇവന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ, തലച്ചോറിന്റെ ഉള്ളിൽ ഏതോ പിശാച് കയറിയിട്ടുണ്ടെന്നാണ്. അതിന് പിശാചിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എത്ര വേദന സഹിച്ചു കാണും പ്രിയപ്പെട്ടവരെ. പച്ചയിൽ ഒരു മനുഷ്യന്റെ തലയിൽ ആണി അടിച്ചിട്ട് തലയോട്ടി ഓട്ടയാക്കി പിശാച് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ആ രൂപത്തിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്രെയിന്റെ പവറിനെ കുറിച്ചുള്ള 98% പഠനങ്ങൾ നടന്നത് ഇക്കഴിഞ്ഞ 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് വരെ 1940-കളിലാണ് 1937-കളിലാണ് മരണപ്പെട്ടത്. ഈ അടുത്ത കാലത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതും അത്രയും വ്യാപകമായിരുന്നു. അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൊക്കെ. അദ്ദേഹത്തിന് കോൺഷ്യസ് സബ് കോൺഷ്യസ് കൺസെപ്റ്റ് മാത്രമാണ് ലോകം ഇന്നും അംഗീകരിക്കുന്നത്. വേറെ കുറെ തിയറികൾ അംഗീകരിക്കുന്നെങ്കിലും പലതും തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ ഇന്ന് ബ്രെയിനുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പഠനം നടന്നിരിക്കുന്നു. അതായത് ബ്രെയിനിലുള്ള ഹോർമോൺസുകളെ, ബ്രെയിനിന്റെ ഫ്രീക്വൻസിയെ അത് ഇംബാലൻസ് ആവുന്നതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. അത് ഭൂതപ്രേതമാവട്ടെ, മാനസിക പ്രശ്നമാവട്ടെ, ശാരീരിക പ്രശ്നമാവട്ടെ, കുടുംബ കലഹമാവട്ടെ. ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ആ ഫോട്ടോ വെച്ചത്. ഇതിന്റെ ഒക്കെ പിന്നിൽ എത്രയോ ആൾക്കാർ പറയാറുണ്ട്, എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ വൈഫ് എന്നോട് ചീറ്റി വന്നു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല സർ, അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഇത്തരത്തിലുള്ള ചില പ്രോസസ്സിലൂടെ കടന്നുപോയി ബ്രെയിന്റെ വേവ്സുകൾ ശാന്തമായി. അത് തന്നെ കാരണം. അപ്പോ ഇത്തരത്തിലെല്ലാ ഇഷ്യൂസിനെയും കാരണം ഇതാണ്. കാരണം ഇന്നത് കണ്ടുപിടിക്കുവാൻ സാധ്യമാണ്. തെളിവ് സഹിത പറയുന്നു. MRI സ്കാനിങ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനോ മറ്റോ ഉണ്ടെങ്കിൽ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം, അല്ലെങ്കിൽ MRI സ്കാനിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിലോട്ട് പോകുവാൻ സാധ്യമാണ്. അതേപോലെ തന്നെ പെറ്റ് സ്കാൻ, അതേപോലെ CT സ്കാൻ, എക്സ്റേ, EEG, ഇതിലെല്ലാം മനുഷ്യന്റെ ബ്രെയിനിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്നത് 2024 എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതാണ്. മനുഷ്യന്റെ ബ്രെയിൻ ഇത്രയും പവർ ഉണ്ട്, ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, എല്ലാം മനുഷ്യന് സാധ്യമാണ്. കാരണം നമ്മൾ കണ്ടു, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് താജ്മഹൽ കെട്ടിപ്പടുത്തത്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ചെങ്കോട്ട ഉണ്ടാക്കിയത്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എന്താ പറയാ ബുർജ് ഖലീഫ ഉണ്ടാക്കിയത്. ഇതെല്ലാം നമ്മളെപ്പോലുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം ജയിക്കുന്നു? 2024 നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സെഷനാണിത്. എന്തുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം രക്ഷപ്പെടുന്നു? വൈ ഓൺലി ഫ്യൂ പീപ്പിൾ ആർ സക്സസ്ഫുൾ ആവുന്നു? എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, ഇത്രയും ശക്തമായിട്ടുള്ള ഈ ഒരു പ്രകാശത്തെ കത്തിക്കുവാൻ എന്ത് കത്തിക്കണം എന്നത് അധികം ആളുകൾക്കും അറിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിനെ ഞാൻ സഹായിക്കാം. അതായത് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് സക്സസ്. വിജയം കൊണ്ട് 2024 പൂർത്തിയാകുമ്പോഴേക്കും എനിക്ക് ഇന്ന കാര്യം നേടണമെന്നുള്ള ഒരു ഡൊമിനേറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അധികം ആളുകൾക്കും ഇല്ല. മഹാഭൂരിപക്ഷം ആളുകൾ, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് സക്സസ്, വാട്ട് ദേ നീഡ്. ബ്രെയിൻ എങ്ങനെ കത്തിക്കും? എങ്ങോട്ട് കത്തിക്കും ബ്രെയിൻ? അതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. 5% ആളുകൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യബോധമുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ പറയാം, അതിലോട്ട് വരാം. അപ്പോ വിജയം എന്ന് പറയുന്നത് തന്നെ പലർക്കും പലതാണ്. നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില ആളുകൾ വിജയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുത്താൽ യെസ്, ഇതാണ് എന്റെ വിജയം. ചില ആളുകൾ വിചാരിക്കുന്നു എനിക്കൊരു iPhone 50 Pro Max വേണം, അത് നേടിയെടുത്തു, കഴിഞ്ഞു. അയാൾക്ക് വിജയം അതായിരിക്കും. ചില ആളുകൾക്ക് വിജയം എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉണ്ടാവുന്നതായിരിക്കും, ഒരുപാട് പണം കൈവശം വരുന്നതായിരിക്കും ചില ആൾക്ക് വിജയം എന്ന് പറയുന്നത്. വേറെ ചില ആളുകൾക്ക് ഫേമസ് ആവുന്നതായിരിക്കും വിജയം എന്ന് പറയുന്നത്.
ഞാനൊരു ഒരു 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 സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അതാണ് എന്റെ വിജയം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് വേറെ ഒരു വിഭാഗം ആളുകൾ. വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറയുന്നത് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അവരും നാട്ടിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 ആൾ അവരെ വിലമതിക്കണം, 4 ആൾക്കാർ കാണുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, അയാൾ പോകുന്ന കാറ്, അങ്ങനെ ഒരു ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും ചില ആളുകൾക്ക് വിജയം എന്ന് പറയുന്നത്. ചില ആളുകൾ അടിച്ചുപൊളി ലൈഫായിരിക്കും, ലക്ഷറി ലൈഫ്, ഏറ്റവും മുന്തിയ കാറ്, ഏറ്റവും മുന്തിയ വിമാനം, ഏറ്റവും മുന്തിയ വസ്ത്രം, ചെരിപ്പ്, യാത്രകൾ, പെർഫ്യൂംസ്. ഇതാണ് ചില ആളുകൾക്ക് വിജയം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇതാ ലക്ഷറിയുടെ പാർട്ടാണ്. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് വിജയം എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കാര്യങ്ങളായിരിക്കാം. കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയ അവർക്ക് സന്തോഷമാവാം. വളരെ കുറഞ്ഞ ചെറിയ ചെറിയ എന്തെങ്കിലും നേട്ടമുണ്ടായാൽ പോലും ഹാപ്പി ആവുന്ന ആൾക്കാരാണ് വേറെ ചില ആളുകൾ. ഒരുപക്ഷെ തന്റെ കുഞ്ഞു 10ാം ക്ലാസ് പാസ്സായാൽ മതി, അത് വിജയമായിട്ട് തീരുമാനിക്കും. വിജയിച്ചു, സമാധാനമായി, കഴിഞ്ഞു. തന്റെ കൊച്ചുമകളുടെ കല്യാണത്തിൽ ഒന്ന് പങ്കെടുത്താൽ മതി. മനസ്സിലായില്ലേ? ഓണത്തിന് ഒരു നല്ല ചുരിദാർ വാങ്ങിയാൽ മതി. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ വിജയം എനിക്ക് 2024 പൂർത്തിയാക്കുമ്പോഴേക്കും എന്റെ ലൈഫിൽ ഉണ്ടാവേണ്ടതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെക്കുന്ന ആളാണ്. ഞാൻ ആൾക്കാരെ എഴുതിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഞാനിത് പറഞ്ഞു, കരീം സാർ അതല്ലേ, എന്നാ ഞാനും അതല്ലേ, പറ്റില്ല. നിങ്ങൾക്ക് വിജയം എന്താണ് എന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരിക്കലും ഇത് കോപ്പി അടിക്കാൻ പറ്റില്ല. ഒരിക്കലും. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ മുമ്പിൽ ഞാൻ ഒരാളെ കാണുന്നു, ഈ മുഹമ്മദ് സാറെ കാണുന്നു. മുഹമ്മദ് സാറ്, സർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ്, എനിക്ക് കുറെ പണം ഉണ്ടാകണം. ചില ആൾക്കാർക്ക് പണം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല, അവർക്ക് സമാധാനം ഉണ്ടാവില്ല. സർ എനിക്ക് 2024 പൂർത്തിയാക്കുമ്പോഴേക്കും എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്റെ കുടുംബത്തെ ബാലൻസിങ്ങിലോട്ട്, കുടുംബജീവിതത്തെ ബാലൻസിങ്ങിലോട്ട് കൊണ്ടുവരലാണ്. വേറെ ചില ആൾക്കാർക്ക് സർ എന്റെ ഫിറ്റ്നസ്, എന്റെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം. വേറെ ചില ആളുകൾ സർ എന്റെ ബിസിനസിനെ ഒന്ന് പച്ച പിടിപ്പിക്കണം. വേറെ ചില ആളുകൾ സർ എനിക്ക് നന്നായിട്ട് പണം എന്റെ കയ്യിൽ ഉണ്ടാവണം. പലർക്കും പലതായിരിക്കും. സോ നിങ്ങൾ വേറെ ഒരാളുടെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. അത് കോപ്പി അടിക്കാതെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോ നിങ്ങൾക്ക് എന്താണ് വിജയം? കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന് കത്തിക്കണമെങ്കിൽ, ഈ 50 ട്രില്യൺ കോശങ്ങളെയും കത്തിക്കണമെങ്കിൽ ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. ഈ ഡയറക്ഷൻ ഇല്ലെങ്കിൽ ബ്രെയിന്റെ പവർ വേസ്റ്റ് ആവും. വേസ്റ്റ്, ശൂന്യം, ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട്. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കത്തിക്കണം? കാരണം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് കിട്ടൂ. വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്ത്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടൂ. ആ ചോദ്യം എന്തായിരിക്കും? ആ ചോദ്യം? ഒന്ന് പറഞ്ഞേ. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടൂ. എന്തായിരിക്കും ചോദ്യം? എങ്ങോട്ട് പോകുന്നു? സർ എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണം. യെസ്. എവിടേക്കാ പോവേണ്ടത്? ഏത് വണ്ടിക്കാ പോകുന്നത്? ഏത് വണ്ടിക്കാ? നമ്മൾ ഏത് സമയം അറിയാം. എനിക്ക് ജനശതാബ്ദി തിരുവനന്തപുരത്തേക്ക് പോകണം. ദിവസവും പറയണം, സമയവും പറയണം. ഇത്രയും പറയാതെ നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. നമ്മളൊരു ഷോപ്പിൽ കയറി വെറുതെ നിൽക്കുന്നു, കിട്ടില്ല. നമുക്ക് സാധനം കിട്ടണമെങ്കിൽ ചില ഉത്തരങ്ങൾ ആ ഷോപ്പിൽ ഇരിക്കുന്നവന് കിട്ടണം. എന്നതുപോലെ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് ചില ഉത്തരങ്ങൾ കിട്ടണം.
അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വിജയം 2024 നിങ്ങൾ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ സ്വയം എഴുതിയെടുക്കണം. അത് തയ്യാറാക്കാനുള്ള ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. വിജയം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 2024 നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഒരു കാര്യം നേടുമ്പോൾ ബാക്കിയെല്ലാം ആയിക്കോളും. എഴുതുവാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങളെ ബ്രെയിനെ കത്തിക്കുവാൻ, ഒരു ചോദ്യത്തിന് ഒരു ആൻസർ കൊടുക്കുവാൻ നിങ്ങൾ റെഡിയാണോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് 2024 വേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അത് നിങ്ങൾക്ക് ബ്രെയിന് കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ബ്രെയിൻ കത്തിക്കുവാൻ തുടങ്ങും. ബ്രെയിൻ ഇത് നേടിയെടുക്കുവാനുള്ള പണി തുടങ്ങും. മനസ്സിലായില്ലേ? ഗിവ് യുവർ ഡെഫിനിഷൻ ഫോർ സക്സസ്. വിജയത്തിന് നിങ്ങൾ കൊടുക്കുന്ന നിർവചനം, അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങൾ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എന്താണ് വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കണം. ഇതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് തരാം. ഈ 5 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ബ്രെയിനിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ ബ്രെയിൻ വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിന് കിട്ടും. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ഞാൻ പലപ്പോഴും പല ആളുകൾക്കും കൊടുത്തതാണ്. എങ്കിലും ഒരു പബ്ലിക്കിന് മുമ്പിൽ 2024 എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് ഈ 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. ഒന്നാമത്തെ ചോദ്യം മലയാളത്തിലാണ്, ഒന്ന് എഴുതിയെടുത്തോളൂ. ഇംഗ്ലീഷിലാണ് ഇതിൽ എഴുതിയത്, പക്ഷെ ഞാൻ മലയാളത്തിൽ പറയാം. ഒന്ന് എഴുതിയെടുത്തോളൂ. എന്താണ് ഈ 5 ചോദ്യം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കൊടുക്കുമ്പോൾ ബ്രെയിൻ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബ്രെയിൻ എന്താണോ അതിന് പ്രധാനമെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്യും. അതിന് കാര്യമായിട്ട് പ്രാധാന്യം തോന്നുന്നത് പ്രശ്നങ്ങളായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അധിക സമയവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കടം എങ്ങനെ കിട്ടും, എന്റെ ഈ കടം കൊണ്ട് കുടുങ്ങി, അയ്യോ അവിടെ പണം കൊടുക്കാറുണ്ട്, അയ്യോ. അപ്പൊ ബ്രെയിൻ മനസ്സിലാക്കും ഇവന് കടമാണ് പ്രധാനം, കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. എന്റെ ഭാര്യ എങ്ങനെ, എന്റെ വൈഫ് ഇങ്ങനെ, എന്റെ മക്കൾ ഇങ്ങനെ, എന്റെ പാർട്ണർ ഇങ്ങനെ, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ബ്രെയിൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ത് നിങ്ങൾ ഡൊമിനേറ്റ് ചെയ്യുന്നോ ബ്രെയിൻ അത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2024 നിങ്ങൾ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് എന്താ? അതൊന്ന് എഴുതി വെച്ച്. ചോദ്യം നമ്പർ 1, 2024 നിങ്ങൾ ഏറ്റവും കൂടുതൽ മൂല്യം നൽകുന്നത് എന്തിനാണ്? അത് പണം സമ്പാദിക്കാനാണ്, ബിസിനസ് പച്ചപിടിപ്പിക്കുക എന്നതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതല്ല, എനിക്കൊരു ഡിഗ്രി എടുക്കണം, എനിക്കൊരു ജോലി നേടണം, വെരി ഗുഡ്, എനിക്കൊരു തൊഴിലുണ്ടാകണം. അതൊക്കെ ബ്രെയിൻ പവർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതാ ഞാൻ ഈ ബ്രെയിൻ മാസ്റ്ററി എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ് നടക്കുന്നത്. ബ്രെയിൻ മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ്. ബ്രെയിനെ ഈ രൂപത്തിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ പറ്റും. അപ്പോ എഴുതിയെടുക്കാം നമുക്ക്. യെസ്, ഹെൽത്ത് ആണ്. അപ്പോ ഏറ്റവും എനിക്ക് വേണ്ട കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നതിനാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ 2024 ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം എഴുതിക്കോളൂ. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ആത്മവിശ്വാസം എന്നൊക്കെ ഇതിന് ചില ആളുകൾ ആത്മവിശ്വാസമൊക്കെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും, ഒരു സംശയമില്ല. അപ്പോ ഒരു നിലക്കും ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത കാര്യം. ഉദാഹരണമായിട്ട് നിങ്ങൾ എഴുതി, എന്ത് ജോബാണ്, എനിക്കൊരു തൊഴിൽ നേടണം. അപ്പൊ നിങ്ങൾ തൊഴിൽ നേടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിൽ കൊടുത്തു. അപ്പൊ നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാത്ത കാര്യം എന്താണ്? തൊഴിൽപരമായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് നിർത്തുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ
തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട്, വിഷൻ, മിഷൻ, അതുപോലെ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, EFT, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോക്കസ് വർദ്ധിക്കും. ഈ ഫോക്കസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫോക്കസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാന് നേരത്തെ പെട്രോളിന്റെ കാറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീസൽ കാറിലോട്ട് മാറി. ഇപ്പൊ വീണ്ടും പെട്രോൾ കാറിലോട്ട് മാറി. പെട്രോൾ കാർ വർഷങ്ങൾ ഉപയോഗിച്ച് ഞാൻ, പിന്നീട് വർഷങ്ങൾ ഡീസൽ കാർ ഉപയോഗിച്ചിട്ട് ഒരിക്കൽ പോലും ഡീസലിന് പകരം പെട്രോൾ ഒഴിച്ചിട്ടില്ല. മനസ്സിലായില്ല? ഡീസലിന് പകരം പെട്രോൾ ഒഴിച്ചിട്ട്. കാരണം ഫോക്കസ്, ശ്രദ്ധ. ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നേടാൻ പറ്റും. അപ്പം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ, എന്താ കാര്യങ്ങൾ? കുറച്ച് നെഗറ്റീവായ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഞാൻ നെഗറ്റീവായ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തു കൊടുക്കില്ല. ഞാൻ വെറുതെ സമയം കളയില്ല. എഴുതി വെക്കൂ. ഞാൻ വെറുതെ സമയം കളയില്ല. അനാവശ്യമായത് ഞാൻ കാണില്ല. അനാവശ്യമായ ആളുകളുമായി ഞാൻ കൂട്ടുകൂടില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. താമസിക്കുന്ന സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ സ്ഥലത്തെ കുറിച്ച് ആലോചിക്കണം. എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അതുകൊണ്ട് പുതിയൊരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ ഞാൻ വേറൊരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറല്ല. എഴുതി വെക്കാം. മനസ്സിലായില്ല? എന്റെ ഈ സ്വഭാവം മാറ്റുന്ന വിഷയത്തിൽ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറല്ല. എഴുതി വെക്കുക. ഒരിക്കലും ഒരു നിലക്കും. ഹെൽത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ പറയാം, സമയത്തിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഞാൻ കഴിക്കും. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. വ്യായാമം ഞാൻ കൃത്യമായി ചെയ്യും. അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. മെഡിറ്റേഷൻ ഞാൻ കൃത്യമായി ചെയ്യും. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ തന്നെ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാ ദിവസവും സമയത്ത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക. അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. ഞാൻ ഇന്നലെയും മെനയാന്നൊക്കെ എത്രയോ യാത്ര ചെയ്ത ആളാണ്. മനസ്സിലായില്ലേ? എത്രയോ യാത്ര ചെയ്ത ആളാണ്. ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വളരെ എനർജറ്റിക്കായി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. എന്താ കാരണം? ഞാൻ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കും. 5 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് ഞാൻ എഴുന്നേൽക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ട് നടക്കുന്ന പ്രിൻസിപ്പിളാണ്. ഇതിന് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഞാൻ അപ്പൊ 5 മണിക്ക് അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് ഞാൻ എഴുന്നേൽക്കും. അതിന് യാതൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. സർ, ഞാൻ ഇന്നലെ അതൊരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല. ഞാനൊരു 15 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യും. പറഞ്ഞേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. ഒരു 20 മിനിറ്റെങ്കിലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഐ ആം നോട്ട് റെഡി ടു ഗിവ് any excuse. If you want excuse, forgive success എന്നാ പറയാം. നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊക്കെ സാറന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് പലപ്പോഴും ഒരു സാർ എന്നും പറയാറുണ്ട്. എന്റെ മനസ്സിൽ അത് കോറിയിട്ടിരിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, മക്കളെ, ഇഫ് യു വാണ്ട് സക്സസ്, forgive excuse. എക്സ്ക്യൂസിനെ മറന്നേക്കുക. അതുകൊണ്ടാണ് സർ, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് സർ. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല. സർ, ഞാൻ അങ്ങനെ ഒരു വികാര തള്ളിച്ചയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് എക്സ്ക്യൂസാണ്. എക്സ്ക്യൂസ് ഉള്ളവന് സക്സസ് ഇല്ല. ഇഫ് യു വാണ്ട് എക്സ്ക്യൂസ്, forgive success. If you want success, forgive excuse. എല്ലാവരും 2024 തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. സർ, ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ സാറ് ഉറങ്ങിപ്പോയി. എക്സ്ക്യൂസ് ആണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ, സർ, എനിക്ക് വ്യായാമം ചെയ്യാന്നൊക്കെ ഉണ്ട്, മടിയാണ്. എക്സ്ക്യൂസ് ആണ്. ഒന്നും വ്യായാമം ചെയ്യാനില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നടന്നെങ്കിലും പോണം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യം എഴുതി വെച്ചു, എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം എനിക്ക് നേടണം.
ഈ കാര്യങ്ങൾ നേടണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ, ചിലത് ചെയ്തേ പറ്റൂ. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. വെറുതെ സമയം സോഷ്യൽ മീഡിയയിൽ വെറുതെ സമയം പാഴാക്കുക, ഇത് ഞാൻ ചെയ്യില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ ക്രിയേറ്റീവായ, ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറുന്ന ആളാണ്, ക്രിയേറ്റീവായതിനു വേണ്ടി സമയം ചെലവഴിക്കും. അനാവശ്യമായത് സമയം ചെലവഴിക്കുന്നത്, ചിലപ്പോൾ പാട്ട് കേൾക്കാനൊക്കെ, അതൊക്കെ ആവശ്യമായ കാര്യമാണ്. വെറുതെയുള്ള ചർച്ചകൾ. അവരെന്ത് പറഞ്ഞു? ഇതിന് മറുപടി എന്ത്? ഈ പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ കാണുന്ന മഹാവിഡിത്തമാണ്. ഇന്നത്തെ സാഹചര്യം നാളെ മാറും, നാളത്തെ അടുത്ത ദിവസം മാറും. ന്യൂസ് നിരന്തരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ന്യൂസ് ഇടും, ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഹോസ്പിറ്റലുകളിലൊക്കെ. ഈ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ പല സ്ഥലത്തും കത്തുന്നതും കുത്തുന്നതും ഒളിച്ചോടിയതും സൂയിസൈഡ് ചെയ്യുന്നതും ഇങ്ങനെ കാര്യങ്ങൾ അവിടെ പോലീസ് തിരയുന്നത്. എപ്പോഴും കത്തിച്ചിരിക്കുകയാണ് നമ്മൾ. എന്തിനാ കത്തിച്ചിരിക്കുന്നത്? നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യത്തിനോട് ശ്രദ്ധിക്കുവാൻ വേണ്ടി കത്തിച്ചിരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെ എല്ലാ ദിവസവും ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇവന് വേണ്ടത് കത്തിക്കുവാൻ ഇവന്റെ ബ്രെയിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവന്റെ ബ്രെയിൻ അനാവശ്യമായത് കത്തിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം എത്ര പേർക്ക് അറിയുന്നു എന്ന് എനിക്കറിയില്ല. സോ അതേപോലെ തന്നെ മൂന്നാമത് നിങ്ങൾ എഴുതേണ്ട ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിലോസഫി, ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു തത്വമുണ്ട്. ഒരു 2-3 തത്വങ്ങൾ എഴുതണം. 2-3 തത്വങ്ങൾ എഴുതണം. ഉദാഹരണമായിട്ട് നേരത്തെ എഴുതിയതുപോലെ തന്നെ ഞാൻ ഒരിക്കലും വില്ലിംഗ് അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് അല്ല. എന്തിന്? മെഡിറ്റേഷൻ ചെയ്ത് നിർത്തുവാൻ, മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. വ്യായാമം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. വിഷ്വലൈസേഷൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. സാത്വികമായ നല്ല ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. നിങ്ങൾ എഴുതി, കുറെ കാര്യങ്ങൾ എഴുതിയിരുന്നോ പലരും. ചില ആൾക്കാർ ഞാൻ പറഞ്ഞത് തന്നെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ചില ഫിലോസഫി, ചില പ്രിൻസിപ്പിൾസ്. ഞാനിത് പറയാൻ കാരണം, എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ബൈക്ക് കേടുവന്നപ്പോ അതിനെ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അദ്ദേഹം എൻ്റെ വീട്ടിലോട്ട് വന്നു. എനിക്ക് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോയി നന്നാക്കുവാൻ അങ്ങോട്ട് വരാൻ സമയമില്ല, ഞാൻ ഉപയോഗിക്കുന്നതല്ല, വീട്ടില് മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന. അപ്പൊ അതുകൊണ്ടൊന്ന് വന്ന് നന്നാക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു പുള്ളിക്കാരൻ വന്നു. ഞാൻ ചോദിച്ചു, ഈ വന്ന ബൈക്ക് ആരുതാണ്? അത് വേറെ കസ്റ്റമറുടേതാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഫിലോസഫി ഇല്ലെങ്കിൽ വേറൊരു കസ്റ്റമറുടേത് ഒരിക്കലും നമുക്ക് എടുക്കുവാൻ അവകാശമില്ല. അന്യന്റെ ധനം നമുക്ക് നിഷിദ്ധമാണ്. അന്യന്റെ അഭിമാനം ഒരിക്കലും നമ്മൾ മുറിപ്പെടുത്തുക, അത് നമുക്ക് നിഷിദ്ധമാണ്. അന്യന്റെ പെണ്ണ് നമുക്ക് നിഷിദ്ധമാണ്. അന്യന്റെ സമ്പത്ത് നമുക്ക് നിഷിദ്ധമാണ്. ഞാൻ അന്യന്റെ സമ്പത്ത് അടിച്ചു മാറ്റും. തക്കം കിട്ടിയാൽ ഞാൻ വഞ്ചിക്കും. തക്കം കിട്ടിയ തട്ടിപ്പ് ഞാൻ ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യിക്കില്ല. ജീവിതത്തിൽ ഒരു ഫിലോസഫി വേണം. ഹാപ്പി പാർക്കിന്റെ ഫിലോസഫി ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്. ഹാപ്പി പാർക്കിന്റെ ഫിലോസഫി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, ഹാപ്പി പാർക്കിൽ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് അവർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ കൊടുക്കും. അർത്ഥസമ്പൂർണമായ, കേവലം ഒരു ചലനമല്ല. ഒരു ദിവസം ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊട്ടിത്തെറിയല്ല, പെർമനന്റ് ആയിട്ടുള്ള അർത്ഥപൂർണമായ ഒരു മാറ്റം അവർക്ക് കൊടുത്തിരിക്കും. ഇത് ഹാപ്പി പാർക്ക് കൊടുക്കുന്ന അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹാപ്പി പാർക്കിന് വേറെയും പ്രിൻസിപ്പിൾസ് ഉണ്ട്. മറ്റൊന്നെന്താ ചോദിക്കുകയാണെങ്കിൽ, സ്വയം അനുഭവത്തിൽ നിന്നേ പറയും. നമ്മൾ സക്സസ് സ്റ്റോറീസുകൾ 1,00,000 സക്സസ് സ്റ്റോറീസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ സക്സസ് സ്റ്റോറീസ് വേറെ ഒരാൾ ഉണ്ടാക്കിയതല്ല. APJ അബ്ദുൽ കലാം വിജയിച്ച ഉദാഹരണം പറഞ്ഞിട്ടല്ല മോട്ടിവേഷൻ നടത്തേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഭവിച്ച ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിപ്പിച്ച് നമ്മുടെ ലൈഫിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത് അത് അനുഭവമായെങ്കിൽ മാത്രമേ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് വെക്കൂ. സ്വന്തം അനുഭവത്തിലില്ലാത്തത് നിങ്ങൾ ചെയ്തു നോക്കി ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ് വേറെ പല ട്രെയിനേഴ്സും പറയുന്നത് നോക്കി ഈ പരിപാടി.
ഹാപ്പി പാർക്കിലെ കൗൺസിലേഴ്സിന് അറിയാം. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്റ്റാഫായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്ത്. കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇതിലുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. അതായത് ഒന്നാമത്തത് മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും ആൾക്കാർക്ക്. അത് പ്രിൻസിപ്പിളാണ്. നമ്മൾ ആളുകളോട് വെറുതെ കോഴ്സിനോട് ഒരു തത്വവും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരു പതിറ്റാണ്ടോളമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കില്ല. ആരുമില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ആരുമില്ലേ? ഹാപ്പി പാർക്കിലെ കൗൺസിലേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത്. യെസ്, ഉണ്ട് സർ. സൗദ, വെരി ഗുഡ്. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? സ്വന്തം അനുഭവത്തിൽ നിന്നേ പറയാവൂ. ഇവർക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും സ്വന്തം അനുഭവത്തിൽ നിന്നല്ലാതെ പറയരുത്. അതേപോലെ തന്നെ മീനിങ് ഫുൾ ആയ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില പ്രിൻസിപ്പിൾസുകൾ ഉണ്ടാക്കണം. അന്യന്റെ ധനം ഞാൻ എടുക്കില്ല, ഞാൻ സത്യമേ പറയൂ. പിന്നെ അതുപോലെ ഹാപ്പി പാർക്കിന്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ്, ഹാപ്പി പാർക്കിന്റെ കോഴ്സോ മറ്റോ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അവർ മുടക്കുന്നതിന്റെ എത്രയോ ഇരട്ടി തിരിച്ചു കൊടുക്കും. നിങ്ങളൊരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് ചെയ്തു, EFT ചെയ്തു, നിങ്ങളൊരു മൈൻഡ്ഫുൾനെസ് ചെയ്തു, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു, നിങ്ങൾ ട്രഷർ ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോ EFT ചെയ്യും, ഇതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്നൊരാള്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്താണോ അതിനു വേണ്ടി മുടക്കുന്നത് അതിന്റെ എത്രയോ ഇരട്ടി നമ്മൾ കൊടുക്കും. ഒരാൾക്കും കൊടുത്തതിനേ ഇതുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ കൂടുതലാണ് സർ എന്ന് സന്തോഷത്തോടെ നന്ദിയോടുകൂടി പറയുന്ന ആൾക്കാരെ നമുക്കുള്ളൂ. അത് നമ്മുടെ ഒരു പ്രിൻസിപ്പിളാണ്. തട്ടിക്കൂട്ട് പരിപാടിയില്ല. എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ചില തത്വങ്ങൾ വെക്കണം. വെളിക്കേതിച്ചുള്ളൂ, ഞാൻ ഒരാളോടും വെറുപ്പ് വെച്ച് നടക്കില്ല. അപ്പൊ ഈ തത്വം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വിജയിക്കൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ഒരു വെറുപ്പോ ഒരു മത്സര ബുദ്ധിയോ തോന്നിക്കഴിഞ്ഞാൽ അയാളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ബിസിനസ് തകർന്ന് തരിപ്പണമായി പോകും. ആരൊക്കെയോ എതിർക്കുകയോ, ആരൊക്കെയോ ചീത്ത പറയുകയോ, ആരൊക്കെയോ കൂക്കി വിളിക്കുകയോ, അല്ലെ പട്ടികൾ കുരക്കട്ടെ നമുക്ക് പോകാം മുന്നോട്ട് എന്ന് പറഞ്ഞില്ല പണ്ടൊരു കവി. എന്നതുപോലെ ഞാൻ ഒരാളോടും മനസ്സിൽ പകവെക്കില്ല, ഒരാളോടും അനാരോഗ്യകരമായി ഞാൻ മത്സരിക്കില്ല. ഞാൻ സത്യമേ പറയൂ. ഞാൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്നവനായിരിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നവനായിരിക്കും. ഇതൊക്കെ തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസുകളാണ്. ഈ 2024 ഈ ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം എഴുതി നോക്കൂ പ്രിയപ്പെട്ടവരെ. എഴുതണം, മനസ്സിൽ വിചാരിച്ചാൽ പോരാ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 4ാമത്തെ ചോദ്യം. ഈ 3 ചോദ്യം വ്യക്തമായോ മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് റൈറ്റ്. 3 ചോദ്യം വ്യക്തമായോ? ഓക്കെ. അതായത് ഞാൻ ഒരാളും വെറുപ്പും പകവും വെച്ച് നിറക്കില്ലെന്ന് അർത്ഥം. ഞാൻ എന്റെ മനസ്സെപ്പോഴും ശുദ്ധമാക്കി വെക്കും. ഇതൊരു പ്രിൻസിപ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം മാത്രമായി നടക്കില്ല. ജീവിതം ഒരാൾ ചിന്തിക്കാം, എനിക്ക് പണം ഉണ്ടാക്കണം, അയാൾക്ക് അത് മാത്രമേ ചിന്തയുള്ളൂ. അയാൾക്ക് പണം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് നല്ല സ്വഭാവം വേണം, അയാൾക്ക് ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം, അയാൾക്ക് ഒരു ബിസിനസ് വേണം, അയാൾക്ക് ഒരു സ്കില്ല് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് പണം ഉണ്ടാവും. വെറുതെ ആകാശത്തിൽ പണം ഒട്ടി വരില്ല. വേറൊരാൾ പറയാം, എന്റെ ഫാമിലി സ്റ്റേബിൾ ആവണമെങ്കിൽ അയാൾക്ക് നല്ല സ്വഭാവം വേണം, അയാളുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്താൻ പഠിക്കണം, ആത്മവിശ്വാസം കൂട്ടാൻ പഠിക്കണം, സ്നേഹം പഠിക്കണം, സോഷ്യലായിട്ട് ഇടപെടാൻ പഠിക്കണം. സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് ഫാമിലി മെച്ചപ്പെടണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രിൻസിപ്പിൾസ് ഒന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാത്തിനുപരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിനെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ മെച്ചപ്പെടുത്താൻ നമ്മിൽ തന്നെ സമയവും എഫേർട്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അപ്പോഴേ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. ശരി, ഇനി 4ാമത്തെ ചോദ്യം. 2024 പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങളെ കുറിച്ച് ആളുകൾ എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ ഓർക്കപ്പെടണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എഴുതിക്കോളൂ.
ഞാനൊരു സമ്പന്നനായി, ഞാൻ നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ വിജയിച്ച ആളാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്, ഞാനൊരു സമാധാന പ്രേമിയാണ്, എന്നോട് സംസാരിക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടുന്നു, ഇങ്ങനെയൊക്കെ അറിയപ്പെടണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് ചെയ്യണം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കരയുന്ന ആളുകളുണ്ട്. ഈ ആൾക്കാരോടൊക്കെ നമ്മളോട് പറയുവാണത് ഹാപ്പി പാർക്കിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതൊക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം ഇതൊക്കെ പരിഹരിക്കുവാൻ സാധ്യമാണ്, 100% പരിഹരിക്കാൻ സാധ്യമാണ്. തൊട്ടാവാടി അതിനൊക്കെ ചില റീസൺസ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊക്കെ ചില റീസൺസുകൾ ഉണ്ടാവും. സോ തീർച്ചയായിട്ടും ഈ എന്താ പറയാ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷനും ഇത്തരത്തിലുള്ള വിസിതങ്ങളും ഹാപ്പി പാർക്കിലെ കോഴ്സുകളും ഒക്കെ ഈ പറയപ്പെട്ടതിനൊക്കെ പരിഹാരമാണ്. ഞാൻ അതിലൂടെ വരാം. 5ാമത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് യുവർ പർപ്പസ്? ഈ പർപ്പസാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? പർപ്പസ് എന്താ? പർപ്പസും ഗോളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു ഗോള്, എന്റെ ഗോള് 2024 എനിക്ക് ഒരു IAS പാസ്സാവണം. ഉദാഹരണം പറയാം, എനിക്ക് IAS പാസ്സാവാൻ എനിക്ക് കഴിയില്ല, കാരണം ഏജ് കഴിഞ്ഞു. IAS പാസ്സാവണമെന്നുള്ളതാണ്. അപ്പോൾ 2024 IAS അത് പാസ്സായി കഴിഞ്ഞാൽ ഗോള് കഴിഞ്ഞു. ഒരാൾ ചിന്തിക്കുക എനിക്കൊരു PSC എഴുതണം. PSC എഴുതണം എന്നതാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അയാൾ നേടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഗോള്. എന്നാൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് നോക്കൂ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് യൂട്യൂബ്? വാട്ട് ഈസ് പർപ്പസ് ഓഫ് ഗൂഗിൾ? വാട്ട് ഈസ് പർപ്പസ് ഓഫ് ആപ്പിൾ? എല്ലാം അതിലുണ്ടാവും. എന്റെ ലൈഫിന്റെ പർപ്പസ്, ഞാൻ രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് എങ്ങനെ ഒരു വ്യക്തിയെ അടുത്ത ഒരു ലെവലിലോട്ട് പുഷ് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഞാൻ അത് ചെയ്തുകൊണ്ടേ, അതാണ് എന്റെ ലൈഫിന്റെ പർപ്പസ്. ഇത് തീരൂല. ഞാൻ മരിക്കുന്ന എത്ര വയസ്സ് വരെ എനിക്ക് ആയുസ് ദൈവം നിശ്ചയിച്ചത്, ആ ആയുസ് തീർന്നാലും തീരൂല. നമുക്ക് അതുകൊണ്ട് മടുപ്പില്ല. എനിക്ക് തോന്നുന്നു ആപ്പിളിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, കോർ പർപ്പസ് എന്ന് പറയുന്നത്, എങ്ങനെ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ പഠിക്കുവാൻ, എങ്ങനെ ടീച്ചേഴ്സിന് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ പഠിപ്പിക്കുവാൻ സാധിക്കും, ഇതിനുള്ള ഉപകരണമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവർ എങ്ങനെ മെച്ചപ്പെടുത്താം, ആളുകളുടെ സ്കില്ലിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇപ്പൊ ഇവരിതേ ചിന്തിക്കുന്നുള്ളൂ. ആപ്പിൾ ഒരിക്കലും മൈക്രോസോഫ്റ്റിനെ നോക്കിയിട്ട് ദൈവമേ മൈക്രോസോഫ്റ്റ് വല്ലാണ്ട് ഉയർന്നു പോകുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇച്ചിരി താന്നു പോയാലും ചിന്തിക്കില്ല. ടാറ്റ ഒരിക്കലും നമ്മുടെ ജിയോയുടെ മുകേഷ് അംബാനിയെ നോക്കിയിട്ട് അയ്യോ മുകേഷ് അംബാനി ഒത്തിരി, അയ്യോ എന്റെ കാര്യം കഴിഞ്ഞല്ലോ, ഞാൻ പൊട്ടുപോയല്ലോ. ഇല്ല. ഒരു ട്രെയിനർ മറ്റൊരു ട്രെയിനറെ നോക്കിയിട്ട് അയാൾ ഒരുപാട് ഉയരത്തിലെത്തിയല്ലോ, ചിന്തിക്കാൻ പാടില്ല. നമുക്ക് വേറൊരാളെ ഉയരത്തിലെത്തുന്നോ താഴ്ത്തുന്നോ പണിയല്ല. നമ്മുടെ പണി എന്താണ്? നമ്മുടെ പണി എല്ലാ ദിവസവും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പർപ്പസും ഈ പറയപ്പെട്ട സംഭവത്തിനൊക്കെ ഉത്തരം നിങ്ങൾ കൊടുത്തു നോക്കൂ, ജീവിതം വിസിബിൾ ആയിട്ട് മാറും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ. സോ 2024 നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അതേപോലെ തന്നെ ഒരു ദിവസം പോലും മെഡിറ്റേഷൻ ചെയ്ത് നിർത്താതിരിക്കുക. എല്ലാ ദിവസവും നമുക്ക് ഇന്നൊരു കൊച്ചു മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാ ദിവസവും 6 മണിക്ക് ഹാപ്പി പാർക്കിൽ ഒരു മെഡിറ്റേഷനും ഒരു 5-10 മിനിറ്റ് ഒരു ചെറിയൊരു ഉപദേശവും ഉണ്ടാവും. ചിലപ്പോൾ മെഡിറ്റേഷൻ മാത്രമായിരിക്കും മതി, മെഡിറ്റേഷൻ തന്നെ മതി, കുറഞ്ഞ സമയം. ആർ യു റെഡി ടു ഫോളോ? ഇതിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് ചെയ്താൽ ഉണ്ടാവുന്ന ഗുണം, ബ്രെയിൻ്റെ വേവ്സ് നമുക്ക് അനുകൂലമായിട്ട് വരും. ബ്രെയിൻ്റെ വേവ്സ് ശാന്തമാവും. ബ്രെയിൻ്റെ വേവ്സ് ശാന്തമാകുമ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കും. ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ,
വിനാശകാലെ വിപരീത ബുദ്ധി. വിനാശകാലെ വിപരീത ബുദ്ധി. ഒരാളുടെ കാലം വിനാശമായി എന്നതിന്റെ അർത്ഥം അയാളുടെ ബ്രെയിൻ വേവ്സ്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അൽക്കുൽത്താവ് എന്ന് പറയും. ബ്രെയിൻ വേവ്സ് കുഴപ്പത്തിലായി എന്നർത്ഥം. അപ്പൊ അയാളുടെ വിനാശകാലമാണ്. അപ്പൊ തോന്നുന്ന മുഴുവനും വിപരീത ബുദ്ധിയെ തോന്നൂ. ചെയ്യുന്ന മുഴുവൻ കുറ്റമായിരിക്കും, ചെയ്യുന്ന മുഴുവൻ പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിന് നമുക്ക് ആവശ്യമായ രൂപത്തിൽ ചലിപ്പിക്കുവാൻ ആവശ്യമായ വേവ്സ് ലെങ്തിലോട് കൊണ്ടുവരിക. ഇതിന് നമ്മളെ പറ്റൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മുഴുവൻ ആളുകളും ഇത് ഗൗരവമായിട്ട് എടുക്കുക. അതേപോലെ നമ്മൾ അടുത്ത ചൊവ്വാഴ്ച ഒരു ശക്തമായ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലെല്ലാവരും പങ്കെടുക്കുക. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതുപോലെ ഇന്ന് രാത്രിയാണ് നമ്മുടെ ട്രഷർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് രാത്രിയാണ്. ട്രഷർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അയാളുടെ ഉള്ളിലുള്ള ട്രഷറിനെ, നിധിയെ കാണിച്ചു കൊടുക്കുക എന്നതാണ്. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും, ചില സമയം എടുക്കും. ആ പ്രോസസ്സിലൂടെ കടത്തി കൊണ്ടുപോയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു കോച്ചാക്കി മാറ്റുക എന്നതാണ്. അവർക്ക് പർപ്പസും കാര്യങ്ങളൊക്കെ ലക്ഷ്യമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് ലൈഫിൽ മടുപ്പ് ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. ദുഃഖവും പേടിയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ വരും പുറത്തുനിന്ന്. കാരണം പുറത്തുള്ളത് സംഭവം നമ്മളെല്ലാം മാറിയിട്ടുള്ളൂ, പുറമേയുള്ള ആൾക്കാർക്ക് മാറിയിട്ടില്ലല്ലോ. പക്ഷെ സാഹചര്യമൊക്കെ വരും, പക്ഷെ നമുക്ക് അത് ഫീൽ ചെയ്യൂല. നമുക്ക് ഫീൽ ചെയ്യാൻ പോലെ കാറ്റും കോളും വരും, നമ്മൾ ശാന്തരായി. ഇതിനു വേണ്ടി ഉള്ള ഒരു സെഷനാണ് ട്രഷർ, നിധി എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത 7-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട്, 14-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് ഹീലിംഗ് മാസ്റ്ററി എന്ന ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് ഒക്കെ കൃത്യമായി അതിന്റെ ബേസിക്, അഡ്വാൻസ്, മാസ്റ്റർ, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ വേവ്സിനെ അതിശക്തമായി സ്വാധീനിക്കും, ഉറപ്പിച്ചു നിർത്തും. നമ്മുടെ ബ്രെയിനിന്റെ ഈ പറയപ്പെട്ട ന്യൂറോൺസുകളെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ കത്തിക്കുവാൻ ബ്രെയിനിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. നമുക്കൊരു കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാം മൈ ഡിയർ ഫ്രണ്ട്സ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് റെഡി ആയിരിക്കുക. ആർ യു റെഡി മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ടൈപ്പ് യെസ്. ആർ യു റെഡി ടു ഡു മെഡിറ്റേഷൻ റൈറ്റ്? ടൈപ്പ് യെസ് ഓർ നോ. ഓക്കെ, താങ്ക് യു. നമുക്കൊരു കുഞ്ഞു മെഡിറ്റേഷൻ ഇപ്പോൾ ചെയ്യാം. എല്ലാവരും റെഡി ആയിരിക്കുക.